സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ 40-ാം ഭാഗമാണ് ഈ വീഡിയോ. ഇതിനു മുമ്പ് മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം നാം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ 40 എപ്പിസോഡിലേക്കൊന്നും എത്തിയിട്ടില്ലായിരുന്നു. എന്നാലും റസൂലുള്ളാഹിന്റെ ചരിത്രത്തിന്റെ അവസാന എപ്പിസോഡുകളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം തബൂക്ക് യുദ്ധത്തിന്റെ ഭാഗങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. മദീന നിവാസികളെ ആവേശഭരിതരാക്കിയ സന്ദേശമായിരുന്നു റസൂലുള്ള ഹജ്ജിന് പുറപ്പെടുന്നു എന്നത്. വിശുദ്ധ കഅബയിൽ ഹജ്ജ് കർമ്മം നടന്നിരുന്നു. ഇസ്ലാമിക രീതിയിൽ ഹജ്ജ് കർമ്മം നടന്നിട്ടില്ല. അത് സ്വഹാബത്തിനെയും ഇനി വരുന്ന ലോകാവസാനം വരെയുള്ള ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാനുള്ള ഹജ്ജ് കർമ്മത്തിനുള്ള യാത്ര. റസൂലുള്ളയും 1 ലക്ഷത്തിലധികം സ്വഹാബത്തും പുറപ്പെട്ട യാത്ര. അബയാർ അലിയിൽ നിന്ന്, ഇന്നത്തെ ദുൽ ഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് പുറപ്പെട്ട യാത്ര. ആ യാത്രയിലെ മിനയിലെയും മുസ്ദലിഫയിലെയും അറഫയിലെയും ഒക്കെ ഭാഗങ്ങളിലൂടെയാണ് ഈ വീഡിയോ നാം ചർച്ച ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൗഢപ്രസിദ്ധമായ അറഫ പ്രഭാഷണം, അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. വീഡിയോയുടെ 40-ാം ഭാഗത്തിലേക്ക് കടക്കുന്നു. തുടർച്ചയായി ഓരോ വീഡിയോകളും നിങ്ങൾ കാണണമെന്നും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അറിയുന്നവരിലേക്ക് എത്തിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നു. ഹിജ്റ 10-ാം വർഷം ദുൽഖഅദ് മാസം മദീന പട്ടണത്തിൽ നിന്നും ആ വാർത്ത പുറത്തേക്കൊഴുകി. നഗരവും ഗ്രാമവും ഉണർന്നു. മലഞ്ചെരിവുകളും കുന്നിൻ നിരകളും ഉണർന്നു. ജനങ്ങൾ ആവേശഭരിതരായി. ഹജ്ജ് യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പുറപ്പെടുന്നു. ജനങ്ങൾക്ക് നബി തങ്ങളുടെ കൂടെ ഹജ്ജിന് പുറപ്പെടാം. ഹജ്ജ് യാത്രയുടെ വിവരം എല്ലാ പ്രദേശങ്ങളിലും വിളംബരം ചെയ്യപ്പെട്ടു. ആബാലവൃദ്ധം ജനങ്ങൾ വിവരമറിഞ്ഞു. ദുൽഖഅദ് മാസം അവസാനം നബി തങ്ങൾ മദീനയിൽ നിന്നും മക്കയിലേക്ക് യാത്ര തിരിക്കുന്നു. മഹത്തായ ഹജ്ജ് യാത്ര. ഗ്രാമങ്ങളിൽ നിന്നും സത്യവിശ്വാസികൾ മദീനയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. ഏതെല്ലാം ഗോത്രക്കാർ, അടുത്തുള്ളവരും അകലെയുള്ളവരും മദീനയിൽ തമ്പുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരുന്നു. തിരക്ക് കൂടിക്കൂടി വരുന്നു. ഇസ്ലാം മതത്തിന്റെ 5 സ്തംഭങ്ങളിൽ അവസാനത്തേതാണ് ഹജ്ജ്. അതെങ്ങനെ നിർവഹിക്കണമെന്ന് പഠിക്കണം. പൗരാണിക കാലം മുതലേ കാബാലയത്തിൽ തീർത്ഥാടകരെത്തുന്നു. ഹജ്ജ് കാലത്ത് നല്ല തിരക്കായിരിക്കും. ഇസ്ലാമിക രീതിയിലല്ല ജാഹിലിയ കാലത്ത് ഹജ്ജ് നിർവഹിക്കപ്പെട്ടിരുന്നത്. ഹജ്ജിന്റെ ഇസ്ലാമിക രൂപം ജനങ്ങളെ പഠിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഈ യാത്ര. കഴിയാവുന്ന അത്ര ആളുകൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കണം. നിസ്കാരവും നോമ്പും സക്കാത്തുമെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ഹജ്ജ് കർമ്മം. സത്യവിശ്വാസികളുടെ പ്രവാഹത്തിന് ശക്തി കൂടി. 1,14,000 പേർ ഹജ്ജിന് ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരും സഹോദരങ്ങൾ. ഇന്നലകളിലെ വൈരം മറന്നു, ഗോത്രവഴക്കുകൾ മറന്നു. ഇന്ന് ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നു. ദുൽഖഅദ് 25-ന് വിശ്വാസികളുടെ സംഘം യാത്ര തിരിച്ചു. നബി തങ്ങളുടെ എല്ലാ ഭാര്യമാരും കൂടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ വാഹനങ്ങളിലാണ്. മരുഭൂമിയിലൂടെ അള്ളാഹുവിൻ്റെ വിനീതദാസന്മാരുടെ മഹാപ്രവാഹം. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമുഖത്ത് നിർമ്മിക്കപ്പെട്ട 1ാമത്തെ ആരാധനാലയത്തെ ലക്ഷ്യമാക്കിയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംഘം ദുൽ ഹുലൈഫയിലെത്തി. ഇന്ന് അബയാർ അലി എന്നും അറിയപ്പെടും. അവിടെ തമ്പടിച്ചു. നബി തങ്ങൾ ദുൽ ഹുലൈഫയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചു. മുസ്ലിങ്ങളെല്ലാം അതുപോലെ ചെയ്തു. ഇഹ്റാമിൽ പ്രവേശിച്ചതോടെ അവർ തൽബിയത്ത് ചൊല്ലാൻ തുടങ്ങി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം നൽകുന്നു. നിനക്ക് പങ്കുകാരില്ല. നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ വരുന്നു. സർവസ്തുതികളും നിനക്കാകുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ വകയാകുന്നു. രാജാധികാരവും നിനക്ക് തന്നെ. നിനക്ക് പങ്കുകാരില്ല. അള്ളാഹുവെന്നെ നിന്റെ വിളിക്കുത്തരം നൽകുന്നു. ഒരേ വേഷം, ഒരേ മുദ്രാവാക്യം, ഭക്തി നിർഭരമായ കൽബുകളുമായി സത്യവിശ്വാസികൾ നീങ്ങുന്നു. മരുഭൂമിയെയും കറുത്തിരുണ്ട കരിമ്പാറക്കൂട്ടങ്ങളെയും
കോരിത്തരിപ്പിക്കുന്ന കാഴ്ച. മലനിരകളും താഴ്വരകളിലും തെൽബിയത്തിന്റെ ശബ്ദം അലയടിച്ചുയരുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനങ്ങളെ ഹജ്ജിന് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദുൽഹജ്ജ് മാസം 4 നബി തങ്ങളും അനുയായികളും മക്കയിലെത്തി. അവർ നേരെ കഅബ ഷരീഫിനടുത്തേക്ക് നീങ്ങി. ആവേശം അലയടിച്ചുയർന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനം ഹജറുൽ അസ്വദ് ചുംബിച്ചു. തവാഫ് ആരംഭിച്ചു. കാബാലയം 7 തവണ ചുറ്റുക, അതാണ് തവാഫ്. തവാഫിന് ശേഷം ഇബ്രാഹിം മക്കാമിൽ വെച്ച് നിസ്കരിച്ചു. ചരിത്ര സ്മരണകൾ വീണുറങ്ങുന്ന പ്രദേശം. ആ പ്രദേശത്തു കൂടെ നടന്നു നീങ്ങുമ്പോൾ സത്യവിശ്വാസികൾക്ക് ആവേശം വർദ്ധിച്ചു. നബി തങ്ങൾ സഫാ മലക്ക് നേരെ നടന്നു. സ്വഹാബികൾ മലയുടെ മുകളിലേക്ക് നോക്കി. കൊച്ചു കുഞ്ഞിന്റെ ദാഹം തീർക്കാൻ വെള്ളമന്വേഷിച്ചു സഫാ മലയുടെ മുകളിലേക്ക് പാഞ്ഞു കയറിയ ഉമ്മയുടെ ചിത്രം അവരുടെ മനസ്സിൽ തെളിയുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വിജനമായ മക്കയിൽ എത്തിച്ചേർന്ന ഹാജറ എന്ന മാതാവ് അവരുടെ പൊന്നോമന മകൻ ഇസ്മായിൽ അലൈഹിസ്ലാം തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും മക്കയിൽ ഉപേക്ഷിച്ചു പോയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതൊരു വലിയ പരീക്ഷണമായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന. പുണ്യപ്രവാചകൻ കൽപ്പന സ്വീകരിച്ചു. പരീക്ഷണത്തിൽ വിജയിച്ചു. പ്രിയ പത്നിയെയും കുഞ്ഞിനെയും മക്കയിലാക്കി മടങ്ങിപ്പോയി. കൈവശമുള്ള വെള്ളം തീർന്നു. കുഞ്ഞ് ദാഹിച്ചു വലഞ്ഞു നിലവിളിയായി. കിണർ കാണാനില്ല, ജലാശയങ്ങളില്ല, മനുഷ്യരില്ല. കുഞ്ഞിൻ്റെ നിലവിളി ഉയർന്നപ്പോൾ വെപ്രാളത്തോടെ ഉമ്മ ഇറങ്ങി ഓടി സഫായുടെ നെറുകയിലെത്തി. ദൂരേക്ക് നോക്കി. മനുഷ്യരുണ്ടോ? വെള്ളത്തിൻ്റെ തിളക്കമുണ്ടോ? ഒന്നുമില്ല. വിജനമായ മരുഭൂമി. നിരാശ മാത്രം. കടുത്ത നൈരാശ്യത്തോടെ മലയിൽ നിന്നും ഓടിയിറങ്ങി. അതാ അകലെ മറ്റൊരു മല, മറുവ. അതിൽ കയറി നോക്കാം. പ്രതീക്ഷയോടെ ഓടി മറുവയുടെ മുകളിൽ ഓടിക്കയറി. അകലേക്ക് നോക്കി. ഒരു മനുഷ്യജീവിയെയും കാണുന്നില്ല. വെള്ളമുള്ള ലക്ഷണമൊന്നുമില്ല. കടുത്ത നിരാശയോടെ മലയിൽ നിന്നും ഓടിയിറങ്ങി. കുഞ്ഞ് നിർത്താതെ കരയുന്നു. ഉമ്മയുടെ വെപ്ലാളം കൂടി വന്നു. വീണ്ടും സഫായിൽ ഓടിക്കയറി. സഫായിൽ നിന്നും മറുവയിലേക്ക് ഓടി. പല തവണ ഇത് ആവർത്തിച്ചു. ക്ഷീണിച്ചവശയായി ഹാജറ റളിയല്ലാഹു അൻഹ മരുഭൂമിയിലെ ചൂടിൽ അവരാകെ വിയർത്തു കുളിച്ചു. മനം നിറയെ ദുഃഖവും നിരാശയുമായി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച വെള്ളം, പൊട്ടിയൊലിക്കുന്ന വെള്ളം. കുഞ്ഞ് മടമ്പുകാലിട്ടടിച്ച ഭാഗത്ത് നിന്നും വെള്ളം ഉറഞ്ഞൊഴുകുന്നു. സംസം, ഇന്ന് സുലഭമായി ലഭിക്കുന്ന സംസം വെള്ളം. ഹജ്ജിന് പോകുന്നവരെല്ലാം സഫാ മർവക്കിടയിൽ നടക്കുന്നു. ഇതിന് സഅയ് എന്ന് പറയുന്നു. നിശ്ചിത സ്ഥലത്ത് ധൃതിയിൽ നടക്കണം. നബിതങ്ങളും സ്വഹാബികളും സഫാ മലയിലെത്തി. സഫായിൽ നിന്നും മറുവയിലേക്ക് സഞ്ചരിച്ചു. 7 തവണ പൂർത്തിയാക്കി. സഅയ് കഴിഞ്ഞു. ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ഉംറയുടെ കർമ്മങ്ങളും ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ബലിമൃഗങ്ങളെ കൂടെ കൊണ്ടുവരാത്തവരോട് ഉംറ നിർവഹിച്ച് ഇഹ്റാമിൽ നിന്നും ഒഴിവാകാൻ പ്രവാചകൻ കൽപ്പിച്ചു. ഹജ്ജ് ചെയ്യണമെന്ന് മോഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പന അനുസരിക്കണമല്ലോ. ആയിരക്കണക്കിന് ആളുകൾ ഉംറ നിർവഹിച്ചു. ഇഹ്റാമിൽ നിന്നും ഒഴിവായി. പ്രവാചക പത്നിമാരെല്ലാം ഉംറ നിർവഹിച്ചു. നബി തങ്ങളുടെ പ്രിയ പുത്രിയും ഉംറ നിർവഹിച്ചു. അങ്ങനെ ഉംറ നിർവഹിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. ദുൽഹജ്ജ് 8 തെർവിയ എന്നാണ് ആ ദിവസത്തിന്റെ പേര്. നബി തങ്ങളും അനുയായികളും മിനായിലേക്ക് നീങ്ങി. ചരിത്രം തുടിച്ചു നിൽക്കുന്ന മിനാ താഴ്വര. അമ്പിയാക്കൾ നടന്നുപോയ ചരിത്രഭൂമി. മിനായിൽ അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. ആ ചരിത്ര ഭൂമിയിലേക്ക് അന്ത്യപ്രവാചകനും അനുയായികളും വന്നു. അവിടെ തമ്പടിച്ചു. വിശാലമായ താഴ്വര തമ്പുകൾ കൊണ്ട് നിറഞ്ഞു. നബി തങ്ങൾ ആ ദിവസം മിനയിൽ താമസിച്ചു. നിസ്കാരവും ദുആയും എല്ലാം മിനായിൽ തന്നെ. സർവശക്തനായ അള്ളാഹുവിനോട് നന്ദി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു. അറേബ്യ അധീനപ്പെടുത്തി തന്നില്ലേ. പിറ്റേ ദിവസം പുലർന്നു. ദുൽഹജ്ജ് 9. എല്ലാവരും പ്രഭാത നിസ്കാരം നിർവഹിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം. മനസ്സ് നിറഞ്ഞു പ്രാർത്ഥന. ഇനി യാത്രയാണ് പുണ്യം നിറഞ്ഞ അറഫ ഭൂമിയിലേക്ക്. എല്ലാവരും യാത്രക്കൊരുങ്ങി. നബി തങ്ങൾ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി. കസുവ എന്ന് പേരുള്ള ഒട്ടകം. ഹാജിമാരുടെ സംഘം നീങ്ങി. അനുഗ്രഹീതമായ അറഫയിലെ മലകൾ കൺമുമ്പിലെത്തി. അവർ ആവേശഭരിതരായി. അവർ പൂർവ്വ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനെ ഓർത്തു. മാതാവായ ഹവ്വ റളിയല്ലാഹു അൻഹയെയും ഓർത്തു. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദമ്പതികൾ ഭൂമിയിലെത്തിയപ്പോൾ സ്ഥലത്തായി പോയി. ഭാര്യയെ കാണാതെ വിഷമിച്ചു പോയ ആദം നബി അലൈഹി ഇസ്ലാം, ഭർത്താവിനെ കാണാതെ ദുഃഖകുലയായി തീർന്ന ഹവ്വ റളിയല്ലാഹു അൻഹ വർഷങ്ങളോളം കരഞ്ഞു പ്രാർത്ഥിച്ചു.
ഒടുവിൽ ആദം നബി അലൈഹി ഇസ്ലാമിന് ദിവ്യ വെളിപാട്. മക്കയിലേക്ക് പോകുക. ആദം നബി അലൈഹി ഇസ്ലാം നടന്നു. ദീർഘയാത്ര, രാപ്പകലുകൾ മാറി മാറി വന്നു. കാലചക്രം കറങ്ങിക്കൊണ്ടിരുന്നു. മക്കയെ സമീപിക്കുകയായിരുന്നു. ഉയർന്ന മലനിരകളുള്ള പ്രദേശം. അവിടെ ഒരു മനുഷ്യരൂപം. ആവേശപൂർവ്വം അങ്ങോട്ട് ചെന്നു. അള്ളാഹുവിന് സ്തുതി. അത് ഹവ്വാ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അവർ കണ്ടുമുട്ടിയ ഭൂമി അതാണ് അറഫ മൈതാനം. ഹജ്ജിന് പോകുന്നവർ അറഫയിൽ നിൽക്കണം. അറഫ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെട്ടു. ഹജ്ജിന്റെ ഫർളുകൾ. അന്ത്യപ്രവാചകനും അനുയായികളും അറഫയിലെത്തി. തെൽബിയത്തിന്റെ ശബ്ദം അത്യുച്ചത്തിലായി. അറഫ മലനിരകളിൽ തെൽബിയത്തിന്റെ ശബ്ദം മാറ്റൊലിക്കൊണ്ടു. പ്രവാചകന്റെ ഓരോ ചലനവും അനുചരന്മാർ സൂക്ഷ്മമായി പഠിക്കുകയാണ്. ദിക്റുകൾ, ദുആകൾ, തെൽബിയത്ത്, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, സമർപ്പണത്തിന്റെ നിമിഷങ്ങൾ. പൊള്ളുന്ന വെയിലിൽ തലമറക്കാതെ കൈകൾ ഉയർത്തി സർവശക്തനായ റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളുടെ മഹാസാഗരം. ആ സംഘം അന്ത്യനാൾ വരെയുള്ള ഹാജിമാർക്ക് വഴി കാണിക്കുന്നു. അവരുടെ ചലനങ്ങളും വാക്കുകളും ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാകുന്നു. അറഫ താഴ്വര, അവിടെ വെച്ചാണ് നബി തങ്ങളുടെ പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം നടന്നത്. ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ടായിരുന്നു പ്രസംഗം. നല്ല മുഴക്കമുള്ള ശബ്ദം. റബീഅത്ത് ബിൻ ഉമയ്യത്ത് ബിൻ ഖലഫ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ തൊട്ടു പിന്നിൽ ആ സ്വഹാബി വര്യൻ നിൽക്കുന്നു. നല്ല ശബ്ദമുള്ള ആളാണ്. നബി തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അത്യുച്ചത്തിൽ ഏറ്റുപറയുന്നു. അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. സകല സ്തുതിയും അവന് മാത്രം. ജനങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക. ഈ സ്ഥലത്ത് വെച്ച് ഇനി ഒരിക്കൽ എനിക്ക് നിങ്ങളോട് സന്ധിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും സമ്പത്തും അന്ത്യനാൾ വരെ പവിത്രമാണ്. നിങ്ങളുടെ ഈ ദിവസം പവിത്രമായതുപോലെ, ഈ മാസം പവിത്രമായതുപോലെ നിങ്ങൾ നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടും. തീർച്ച നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിക്കുക എന്ന കടമ ഞാൻ നിർവഹിച്ചിരിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ കൈവശം വല്ല സ്വത്തും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കുക. എല്ലാ പലിശകളും നിരോധിച്ചിരിക്കുന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കിട്ടാനുള്ള എല്ലാ പലിശയും ദുർബലപ്പെടുത്തിപ്പെട്ടിരിക്കുന്നു. ജാഹിലിയ കാലത്തെ എല്ലാ കുടിപ്പകയും ഇന്നത്തോടെ അസാധുവായിരിക്കുന്നു. ഇബ്നു റബീഅ ഇബ്നു ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ വധത്തെ തുടർന്നുള്ള കുടിപ്പക ആദ്യമായി ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അനിസ്ലാമിക കാലത്തെ സകലവിധ കുലമഹിമകളും പദവികളും അസാധുവാണ്. ജനങ്ങളെ, യുദ്ധം നിരോധിക്കപ്പെട്ട വിശുദ്ധ മാസങ്ങളിൽ ഇഷ്ടാനുസരണ മാറ്റങ്ങൾ വരുത്തുന്നത് കടുത്ത അവിശ്വാസമാകുന്നു. സത്യനിഷേധികൾ അതുമൂലം വഴിപിഴച്ചു പോകുന്നു. അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതൽ അവന്റെ വ്യവസ്ഥയനുസരിച്ച് അവ ചലിക്കുന്നു. അള്ളാഹുവിങ്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അവയിൽ 4 പവിത്രമാകുന്നു, 3 ക്രമത്തിൽ വരുന്നു. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം 1 ഒറ്റപ്പെട്ടതാണ്. ജമാദുൽ ആഖിറിനും ശഅബാനും മധ്യേയുള്ള റജബ്. ജനങ്ങളെ, പുരുഷന്മാർക്ക് നിങ്ങൾക്ക് സ്ത്രീകളോട് ചില ബാധ്യതകളുണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാരോടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ അവർ വീട്ടിൽ പ്രവേശിപ്പിക്കരുത്. സ്ത്രീകൾക്ക് മാന്യമായ നിലയിൽ വസ്ത്രവും ഭക്ഷണവും നൽകണം. സ്ത്രീകളോട് ദയാവായ്പോടെ പെരുമാറണം. അവർ നിങ്ങളുടെ ഇണകളാകുന്നു. അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ് അവർ. ജനങ്ങളെ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. സഹോദരന്റെ ധനം അവൻ സംതൃപ്തിയോടെ തന്നാലല്ലാതെ നിങ്ങൾക്ക് അനുവദനീയമല്ല. എനിക്ക് ശേഷം നിങ്ങൾ പരസ്പരം ദ്രോഹിക്കുന്ന സത്യനിഷേധികളായിത്തീരരുത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ഒരു കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നത് അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്നു അത്. ജനങ്ങളെ, നിങ്ങളുടെ നാഥൻ ഒന്ന്, നിങ്ങളുടെ പിതാവ് ഒന്ന്. നിങ്ങളെല്ലാം ആദമിൻ്റെ സന്തതികളാകുന്നു. ആദമാകട്ടെ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക കൊണ്ടല്ലാതെ. റബീഅ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ഓരോ വാക്കും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പ്രവാചകൻ തന്റെ പ്രസംഗത്തിനിടയിൽ ശ്രദ്ധിച്ചു കേൾക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. റബീഅ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ഇത് ഏത് ദിവസമാണെന്നറിയാമോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് ചോദിക്കുന്നു. ഉടനെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, ഹജ്ജ് ദിവസം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ജീവനും ധനവും നിങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്നത് വരെ അള്ളാഹു പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ. നബി തങ്ങൾ വികാരഭരിതനായിക്കൊണ്ട് ചോദിച്ചു, അള്ളാഹുവേ, ഞാൻ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തില്ലേ?
നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അതേ, അവിടെ നിന്ന് എത്തിച്ചു തന്നു. അല്ലാഹുവേ, നീ സാക്ഷി, നീ സാക്ഷി, നീ സാക്ഷി. എനിക്ക് ശേഷം ഒരു നബിയോ നിങ്ങൾക്ക് ശേഷം ഒരു സമുദായമോ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക, ദിവസവും 5 നേരം നിസ്കരിക്കുക, റമളാൻ മാസത്തിൽ നോമ്പെടുക്കുക, സക്കാത്ത് കൊടുക്കുക, നിങ്ങളുടെ രക്ഷിതാവിന്റെ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക, നിങ്ങളുടെ ഭരണാധികാരികളെ അനുസരിക്കുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും. നാളെ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും. നിങ്ങൾ എന്ത് മറുപടി പറയും? ജനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അങ്ങ് ദൗത്യം നിർവഹിച്ചു, സന്ദേശം എത്തിച്ചു തന്നു, സതുപദേശം നൽകുകയും ചെയ്തു. അതിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കും. ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് നബി പറഞ്ഞു, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി. ഓർമ്മിക്കുക, ഹാജരുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ. ഇത് ചെന്നെത്തുന്നവരിൽ ചിലർ കേട്ടവരിൽ ചിലരേക്കാൾ ഓർക്കുന്നവരായേക്കാം. മുസ്ലിം സമൂഹത്തെ ഇളക്കി മറിച്ച പ്രസംഗമായിരുന്നു അത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പ്രസംഗം കേട്ട് വികാരഭരിതനും ദുഃഖാകുലനുമായി. ഒരു വേർപാടിന്റെ ധ്വനി പ്രസംഗത്തിൽ മുഴങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ 40-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ചരിത്ര വഴിയിലൂടെ കുറച്ചുകൂടി നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുടെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. പിന്നീട് ഹജ്ജിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് രോഗം പിടിപെടുന്നതും മറ്റു ഭാഗങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. ചരിത്രത്തിന്റെ 41-ാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.